Hi dears, welcome back to Xylem Learning. Abdullah സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ എല്ലാ മക്കളും ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഓക്കെ, ഏറ്റവും രസകരമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 5 ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കാം. അപ്പോൾ 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജുഡീഷ്യറി, ഈ 2 ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ജുഡീഷ്യറി? ജുഡീഷ്യറിയുടെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, പ്രധാനമായിട്ട് നമ്മൾ 3 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നുള്ളതാണ്. ദെൻ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളതാണ്. ദെൻ അപ്ഹോൾഡിംഗ് ദ ലോ ആൻഡ് എൻഫോഴ്സിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, അതായത് ഈ പറയുന്ന ഫെഡറൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, അല്ലേ? അല്ലെങ്കിൽ സ്റ്റേറ്റും സെൻട്രലും, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ സിറ്റിസൺസ്, അല്ലെങ്കിൽ സിറ്റിസൺസും ഗവൺമെൻറ്റും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തുക, അതിന് ലൈക്ക് അമ്പയറെ പോലെ അതിനെന്താ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ആരുടെ പവറാണ്? യെസ്, നമ്മുടെ ജുഡീഷ്യറിയുടെ പവറാണ്. അതായത് 2 ഗവൺമെൻറ്റുകൾ തമ്മിൽ, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടായാൽ, ഡിസ്പ്യൂട്ട്സ് മീൻസ് തർക്കങ്ങൾ ഉണ്ടായാൽ, ആ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ജുഡീഷ്യറിക്കാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വ്യക്തിയും ഗവൺമെൻറ്റും, സിറ്റിസൺ ആൻഡ് ഗവൺമെൻറ്, ഓക്കെ, ഇങ്ങനെ 2 സ്റ്റേറ്റുകൾ തമ്മിൽ, ദെൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് തമ്മിൽ, അതുപോലെ തന്നെ ഗവൺമെൻറ്റും സിറ്റിസൺസും തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഡിസ്പ്യൂട്ട്സിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? യെസ്, ജുഡീഷ്യറിക്കാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പാർലമെൻറ്റ് എന്ത് ചെയ്യും, ലോസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ പാസ്സാക്കും, അല്ലേ? പലതരത്തിലുള്ള ലോസും പാസ്സാക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ലോസ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, പാർലമെൻറ്റ് പാസ്സാക്കുന്ന ലോസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിനെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയെ എന്തെങ്കിലും രീതിയിൽ വയലേറ്റ് ചെയ്യുന്നുണ്ടോ? ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിപരീതമായിട്ടാണോ ഈ പറയുന്ന ലോ മേക്ക് ചെയ്തിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യാനും, എന്ന് പഠിക്കാനും, എന്ന് സ്റ്റഡി ചെയ്യാനും. അത് അങ്ങനെയാണെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ജുഡീഷ്യറിക്കുണ്ട്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ജുഡീഷ്യൽ റിവ്യൂ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് അപ്ഹോൾഡിംഗ് ദ ഫണ്ടമെന്റൽ അപ്ഹോൾഡിംഗ് ദ ലോസ് ആൻഡ് enforcing fundamental rights. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ every citizens of India can approach the Supreme Court or High Court if they believe that their fundamental rights have been violated. ഏതൊരു സിറ്റിസണിനും എന്ത് ചെയ്യാൻ പറ്റും? കോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ റൈറ്റ്സ്, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അല്ലേ? വി ഹാവ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്: റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ദീസ് ആർ ദ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ ഈ 6 ഫണ്ടമെന്റൽ റൈറ്റ്സും വയലേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ, ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ, നമുക്ക് എങ്ങോട്ട് പോകാം? സുപ്രീം കോർട്ടിലേക്കോ ഹൈക്കോർട്ടിലേക്കോ നമുക്ക് എന്ത് ചെയ്യാം? അപ്രോച്ച് ചെയ്യാം. അതിനുവേണ്ടി റിട്ടുകൾ എന്നുണ്ട്, റിട്സ് നമുക്ക് കാണാൻ പറ്റും. കോടതികളുടെ ഉത്തരവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ടുകൾ എന്ന് പറയുന്നത്. 5 റിട്ടുകളുണ്ട്: ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോറി, പ്രൊഹിബിഷൻ, കോവാറന്റ്, ഇങ്ങനെ 5 റിട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ റിട്ട് റൈറ്റ് പ്രകാരം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിലുള്ള എന്താ പറയുക, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എന്തുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് 6ാമത്തെ അവകാശത്തിൽ പറയുന്നുണ്ട്. അത് പ്രകാരം നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റും? സുപ്രീം കോർട്ടിലേക്കോ ഹൈക്കോർട്ടിലേക്കോ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്താ പറയുക, വാട്ട് ഇസ് ദ റോൾ ഓഫ് ജുഡീഷ്യറി എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കുറച്ചൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും മക്കൾക്ക് ആൻസർ സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: in what way is the Supreme Court the guardian of fundamental rights? എങ്ങനെയാണ് സുപ്രീം കോർട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ ആവുന്നത്? എഗെയിൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം, അല്ലേ? അപ്പോൾ സുപ്രീം കോർട്ട് ആക്ട് ആസ് എ ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആസ് ഇറ്റ് എൻഷുർ ദാറ്റ് ദി പീപ്പിൾസ് ആർ ഏബിൾ ടു പ്രാക്ടീസ് ദെയർ റൈറ്റ്സ് ഇൻ ദെയർ റിക്വയർമെന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഒരു ഫണ്ടമെന്റൽ റൈറ്റിന് ഒരു ഗാർഡിയൻ ഒക്കെ ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്, ആര് പ്രവർത്തിക്കുന്നത്? സുപ്രീം കോർട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എവറി സിറ്റിസണിനും എന്തിനുള്ള റൈറ്റ് ഉണ്ട്? എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും എൻജോയ് ചെയ്യാനുള്ള എന്തുണ്ട്? എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ചെയ്യണം. ഓക്കെ, അതെങ്ങനെയെങ്കിലും വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ആ സിറ്റിസൺസിനെ എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യാം? കോർട്ടിലേക്ക് അപ്രോച്ച് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, അല്ലേ? ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത്ര മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അവിടെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? യെസ്, സുപ്രീം കോർട്ട് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? ജുഡീഷ്യറി, എസ്പെഷ്യലി സുപ്രീം കോർട്ട് ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി സുപ്രീം കോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പെക്സ് കോർട്ട്, കേട്ടോ. ഏറ്റവും ഉയർന്ന കോടതിയാണ് അപ്പെക്സ് കോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും അപ്പെക്സ് കോർട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏറ്റവും ഹയസ്റ്റ് കോർട്ട് എന്നറിയപ്പെടുന്നത് സുപ്രീം കോർട്ടാണ്.
ഓക്കെ, നമ്മുടെ നാഷണൽ ഏറ്റവും ഹയസ്റ്റ് കോർട്ട് ഏതാണ്? സുപ്രീം കോർട്ടാണ്. ഇനി ഒരു സ്റ്റേറ്റിലെ ഏറ്റവും ഹയസ്റ്റ് കോർട്ട് എന്നറിയപ്പെടുന്നത് ഹൈക്കോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് സുപ്രീം കോർട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ ആവുന്നത്? അപ്പോൾ അത് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് എവിടെ അപ്രോച്ച് ചെയ്യാം? സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ക്യാൻ വി സേ ദ ഇന്ത്യൻ ജുഡീഷ്യറി ഈസ് ഇൻഡിപെൻഡൻറ്റ്? എങ്ങനെയാണ് നമ്മൾ പറയുക ഇന്ത്യൻ ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയാം? അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദ അതർ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ് ദ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് കനോട്ട് ഇൻ്റർഫിയർ ഇൻ ദ വർക്ക്സ് ഓഫ് ദ ജുഡീഷ്യറി. ഗവൺമെൻറ്റിൻ്റെ മറ്റ് എന്താണ് ഓർഗൻസിന് ലൈക്ക് എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, അതിന് രണ്ടിനും എന്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല? ജുഡീഷ്യറിയുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി എന്ത് പറയാൻ പറ്റും? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അതോറിറ്റിയാണ്, ഓർഗനാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ദ കോർട്ട് ആർ നോട്ട് അണ്ടർ ദ ഗവൺമെൻറ് ആൻഡ് ഡു നോട്ട് ആക്ട് ഓൺ ദെയർ ബിഹാഫ്. കോർട്ട് എന്തല്ല? ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലല്ല, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലല്ല, ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്ന് നമുക്ക് എന്തിനു പറയാൻ പറ്റില്ല? കോർട്ടിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കോർട്ടിലെ ആളുകളെ നമ്മൾ ഇലക്ട് ചെയ്യുകയല്ല, അല്ലേ, വോട്ടിലൂടെ ഇലക്ട് ചെയ്യുകയല്ല, വേറെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ആ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഡസ് ഫെഡറലിസം മീൻസ്? എന്താണ് ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഓക്കെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം നമുക്ക് നരേന്ദ്രമോദി ഗവേൺ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, പിണറായി വിജയൻ ഗവേൺ ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പിണറായി വിജയൻ്റെ ലീഡർഷിപ്പിൽ എന്ത് ചെയ്യുന്നു? റൺ ചെയ്യുന്നു. ഇനി നമ്മുടെ നാഷണൽ ലെവൽ അല്ലെങ്കിൽ സെൻട്രൽ ലെവൽ എന്ത് ചെയ്യുന്നു? നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിൽ റൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് ഗവൺമെൻറ്റിന് എന്തുണ്ട്? പവേഴ്സ് ഉണ്ട് അല്ലേ? രണ്ട് ഗവൺമെൻറ്റിന് എന്തുണ്ട്? ദെയർ ഓൺ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, ദെയർ ഓൺ പവേഴ്സ് ഉണ്ട് അല്ലേ? അവരുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫെഡറലിസം റെഫേഴ്സ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് മോർ ദാൻ വൺ ലെവൽ ഓഫ് ഗവൺമെൻറ് ഇൻ ദ കൺട്രി. ഒരു കൺട്രിയിൽ മോർ ദാൻ വൺ ലെവൽ ഓഫ് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഫെഡറലിസം എന്ന് പറയാം. ദാറ്റ് മീൻസ് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാവും, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാവും. ഇഫ് ഇറ്റ് പോസിബിൾ നമ്മുടെ ഇന്ത്യയുടെ ഫെഡറലിസം നമ്മൾ നോക്കുന്ന സമയത്ത് 3 ടയർ സിസ്റ്റമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, ഇവിടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ട്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 3 ടയർ സിസ്റ്റമാണ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ 3 ലെവൽ ഓഫ് ഗവൺമെൻറ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? അപ്പോൾ നമുക്ക് കാണാൻ പറ്റും സഫ്രേജ് എന്താണ്? അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാ ആളുകൾക്കും അല്ലേ, റൈറ്റ് ടു വോട്ട് ഷുഡ് ബി ഗിവൺ ടു ഓൾ അഡൽട്ട് സിറ്റിസൺ വിതൗട്ട് ദ ഡിസ്ക്രിമിനേഷൻ ഓഫ് കാസ്റ്റ്, ക്ലാസ്, കളർ, റിലീജിയൻ ഓർ ജെൻഡർ. ഓക്കെ, എല്ലാത്തിനും അപ്പുറം എല്ലാ ആളുകൾക്കും എന്തുണ്ട്? ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാ ആളുകൾക്കും എന്തുണ്ട്? ഈക്വൽ റൈറ്റ് ആണ്, റൈറ്റ് ടു വോട്ട് ബേസ്ഡ് ഓൺ ദെയർ ഏജ്. ഓക്കെ, 18 ഇയേഴ്സ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ 18 ഇയേഴ്സ് ഓൾഡ് ആയ നമുക്കൊക്കെ എന്നുള്ള റൈറ്റ് ഉണ്ട്? യെസ്, റൈറ്റ് ടു വോട്ട് ചെയ്യാനുള്ള പൊളിറ്റിക്കൽ റൈറ്റ്സ് എല്ലാ ആളുകൾക്കും ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? യെസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ്. മക്കൾക്ക് എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, സെറ്റായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ എൻ്റെ ടീം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.